ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക കേട്ടോ. ഇന്ദുസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തിക്കോളൂ. എൻ്റെ ചാനൽ പുതിയ കൂട്ടുകാരാരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കണും ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എന്ന് രാവിലെ കൃത്യം 10 മണിക്ക് ഞാനൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് വരാറുണ്ട്. കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നേരെ നമുക്ക് വിശേഷങ്ങളിലേക്കൊക്കെ അങ്ങ് പോവാം അല്ലേ. ഇന്ന് രാവിലെ തൊട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം വേഗം എന്ന് വിചാരിച്ചു. അധികം ഇത് പീസാക്കി വെക്കുന്നതില്ലേ, അങ്ങനെയാണ് വാങ്ങിച്ചുകൊണ്ട് വരുന്നത് കേട്ടോ. ഇവിടെ കുറേ ഒന്നിച്ച് വാങ്ങില്ല, കുറച്ച് വാങ്ങിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അധിക നേരം നമുക്ക് പുറത്ത് വെക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വേഗം അതൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് ഒരു 10 മിനിറ്റോളം നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അതേ അപ്പൂസ് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ക്യാമറ ഓൺ ആക്കിയത് പിന്നെയാണ് അവൻ കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതിലിങ്ങനെ അവനെ കാണുന്നത് കൊണ്ട് തന്നെ അതിങ്ങനെ നോക്കി നിന്ന് രസിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. ആളിങ്ങനെ ബേക്കറി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനവിടെ അങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാനവിടെ വന്നിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് വന്നിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്നാലാണ് നന്നാക്കാൻ കഴിയുള്ളൂ കേട്ടോ. ഇപ്പുറത്തെ സൈഡിലൊരു കല്ല് കാണുന്നില്ലേ, അവിടെ ആ അമ്മിത്തറയുടെ സൈഡിൽ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ശരിക്കും അവിടെ ഇരിക്കാൻ കഴിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പുറത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതേ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. ഇനി അതൊന്ന് 2-3 പ്രാവശ്യം ഒന്ന് കഴുകി നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. പിന്നെതാ നമുക്ക് ഇപ്പം ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു പണി എന്ന് പറയുന്നത് അടിച്ചു വരുന്നതാണ് കേട്ടോ. 2 നേരം അടിച്ചു വാരിയാലും നമ്മൾ മുറ്റം കണ്ടിട്ടുണ്ടെങ്കിൽ അടിച്ചു വാരിയിട്ടില്ല എന്നേ തോന്നുള്ളൂ. അത്ര രീതിയിലാണ് ഇല കൊഴിയുന്നത് കേട്ടോ. എന്നാൽ പറയുമ്പോൾ ഇതൊന്നും നമ്മുടെ സ്ഥലത്തുള്ള മരമല്ല കേട്ടോ. അല്ലാത്ത മരത്തിൻ്റെ ഇലകളാണ് ഇവിടെ എത്തുന്നത് മുഴുവൻ. 2 നേരം അടിച്ചു വാരിയിട്ടുണ്ടെങ്കിൽ ഇന്നെന്താ അടിച്ചു വാരിയില്ലേ എന്നുള്ളത് നമുക്ക് തന്നെ തോന്നും. അത്ര രീതിയിൽ നല്ല ചമ്മല വീഴുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഈ കരിയിലകളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീരും. ഈ ഒരു ടൈമിലാണ് ഇപ്പോൾ അതൊക്കെ ഒന്ന് കൊഴിഞ്ഞ് വരുന്നത്. മഹാഗണിയുടെ ഇലയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് കൊഴിഞ്ഞ് തീരുമല്ലോ. പിന്നെ മരം മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഒരു രീതിയിൽ ഇപ്പോൾ അത് കൊഴിയുന്ന ഒരു സീസണാണ്. അതുകൊണ്ടാണ് ഇത്രയും വരുന്നത് കേട്ടോ. ഇതങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ശല്യം കുറഞ്ഞ് കിട്ടും. പിന്നെ ബാക്കിയുള്ളതിൻ്റെ ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക എന്ന് വിചാരിച്ച് ഇറങ്ങിയതായിരുന്നേ. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇവിടെ അപ്പൂസ് ഇല്ല കേട്ടോ. അപ്പൂസ് ഇല്ല, ഏട്ടനില്ല, അതുപോലെ മനു ഇല്ല കേട്ടോ. സ്കൂളിൽ പോയിരിക്കുകയാണേ. അല്ലല്ലോ, ഈ ഒരു അടിച്ചു വരുന്ന ഒരു ടൈമിൽ മനു ഉണ്ട് കേട്ടോ. മനു അവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് അടിച്ചു വരാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവിടെ ആളില്ല, വേറെ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഭാഗത്തേക്ക്
അടിച്ചു വരാൻ വരില്ല. ആരെങ്കിലും ഉള്ള സമയത്ത് ഞാൻ ഈ ഭാഗത്തേക്കൊക്കെ വരുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. എന്നിട്ട് അതൊക്കെ ഒന്ന് കത്തിക്കാനും ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഒരു ദിവസം കത്തിച്ച് പിറ്റേ ദിവസം കത്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇരട്ടിയാവും, അത്രയ്ക്കും ചമ്മല വരും. അപ്പോൾ അങ്ങനെ അപ്പുറ ഭാഗമൊക്കെ ഞാൻ അടിച്ച് കംപ്ലീറ്റ് ആയതിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ അടിച്ച് വരുന്നതിന് മുന്നേ നമുക്ക് തുണികളൊക്കെ ഒന്ന് മാറ്റാനുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ഇത്രയും നേരം ട്രൈപോഡും കൊണ്ടാണ് വീഡിയോ എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ എത്തിയപ്പോൾ മനു കണ്ടു. അപ്പോൾ അവനെ എങ്ങനെ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് അവനെ എടുത്ത് തരികയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതേ ഞാൻ ഈ തുണികളൊക്കെ ഒന്ന് എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ അടിച്ചു വരാൻ വേണ്ടിയിട്ട് വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല പൊടി പാറുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ വെള്ളം ഒഴിക്കാൻ നിന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പൂസ് വരുമ്പോഴേക്ക് പിന്നെ എനിക്ക് നേരം വൈകും കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ വേഗമൊക്കെ ഒന്ന് തുണിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് അടിക്കാനുള്ളതൊക്കെ ഒന്ന് അടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് തിങ്കളാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. തിങ്കളാഴ്ച ദിവസത്തെ വീഡിയോ ആണ് ഈ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിത് അലക്കിയതൊക്കെ ഒന്ന് മാറ്റി വെച്ചു കേട്ടോ. ഇനി ഇത് മടക്കി വെക്കാനുള്ളതൊക്കെ ആൾക്കാർ ഇവിടെ നമുക്കുണ്ട് കേട്ടോ. അപ്പൂസ് തന്നെ ഉണ്ട് മടക്കി വെക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാനൊക്കെ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് അവിടെ കൊണ്ടുപോയിട്ടിട്ട് ഇപ്പോൾ മടക്കി വെക്കില്ല. ഇനി അതിൻ്റെ ചൂടൊക്കെ ആറിയതിന് ശേഷമേ നമ്മൾ മടക്കി വെക്കുള്ളൂ കേട്ടോ. അതുവരെ അവിടെ തന്നെ നിൽക്കും. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇവിടെയും കൂടി ഒന്ന് അടിച്ചു വരാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ നമ്മുടെ കുരുമുളകൊക്കെ അപ്പുറത്തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗത്തെ നമുക്ക് വെയിലുള്ളൂ. കുരുമുളക് ഉണങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുരുമുളക് ഉണങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ആ തണ്ടുണ്ടല്ലോ, ആ തണ്ടിൽ നിന്ന് അത് വേർപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അതാ കൊണ്ടുവന്ന ആ ഒരു ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മൾ തണുപ്പും ഈർപ്പൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അകത്ത് ഇട്ടിട്ട് അത് പൂപ്പൽ വന്നിരിക്കണോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ പൂപ്പൽ വന്നതുകൊണ്ട് ആ ഒരു ടൈമിൽ അത് നന്നാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുരുമുളക് അതിൽ പഴുത്തതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ടൈമിൽ അത് പറക്കുകയാണെന്നുണ്ടെങ്കിൽ കയ്യിലൊക്കെ ആവും. അത് പഴുത്തതൊക്കെ നമ്മൾ ഇങ്ങോട്ട് പറിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ തോലൊക്കെ പൊളിഞ്ഞ് അങ്ങനെയൊക്കെ ആവില്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വേണ്ട, അതങ്ങനെ നിന്നോട്ടെ, നമുക്ക് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം എടുക്കാമെന്ന് പറഞ്ഞു. ഉണങ്ങുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും കേട്ടോ അതിങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്ത വീട്ടിലുള്ള ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം കേട്ടോ, ഇതിങ്ങനെ ചവിട്ടി മെതിക്കുക, ഉണങ്ങിയതിന് ശേഷം അങ്ങനെ അതിലിങ്ങനെ ചവിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതങ്ങനെ പൊടിഞ്ഞ് കിട്ടുമല്ലോ, അങ്ങനെ എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ പറിച്ചെടുക്കുക തന്നെയാണ് ചെയ്തത്. ഇപ്രാവശ്യം നമുക്ക് നോക്കാം, അത് കിട്ടിയിട്ടില്ല. കൈ കൊണ്ട് പറിക്കുകയാണെങ്കിൽ ഒരുപാട് ടൈം വേണ്ടി വരും. അപ്പോൾ ചവിട്ടിയിട്ട് കിട്ടുമോ എന്നുള്ളത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ അതേ ഞാൻ ഇപ്പുറത്തെ സൈഡൊക്കെ ഒന്ന് അടിക്കാൻ വേണ്ടി വന്നപ്പോഴേക്ക് നമ്മൾ അടിക്കുമ്പോഴേക്ക് ആ കുരുമുളകിൽ മുഴുവൻ പൊടിയാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം അതൊന്ന് അങ്ങോട്ട് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടച്ച് വെച്ചതിന് ശേഷം അതൊക്കെ ഒന്ന് അവിടേക്ക് ഒന്ന് അടിച്ച് വാരി എടുക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടതേ വർക്ക് കഴിഞ്ഞ് ഉച്ചയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് വന്നു, അതിന് ശേഷം കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അവർ പോകുന്ന ആ ഒരു ടൈമിൽ അപ്പൂസും വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പൂസും പോകുന്നുണ്ട് കേട്ടോ. നല്ല വെയിലാണ് ഇപ്പോൾ, അങ്ങനെ അങ്ങോട്ട് പോകാനൊന്നും പറ്റുന്ന ഒരു ടൈമല്ല കേട്ടോ. അപ്പോൾ ഏതായാലും അവനും കൂടെ പോയി വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അപ്പോഴേക്കും മനുവിനെ അവർ റോട്ടിൽ നിന്ന് കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്കൂൾ ബസ് അവന് ടൗണിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ലൈൻ ബസ്സിനാണ് വൈകുന്നേരം പോരുന്നത്. ആ ഒരു ടൈമിൽ റോഡിൻ്റെ ഓപ്പോസിറ്റായിട്ട് മനു നിൽക്കുന്നുണ്ടായിരുന്നു, ലൈൻ ബസ് കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവനെ വിളിച്ചു, അവൻ കേട്ടില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഇവിടെ വന്ന ആ ഒരു ടൈമിൽ. എന്നിട്ട് പിന്നെ അതാണ് ഞാനിവിടെ മ്യൂട്ടാക്കാൻ കാരണം കേട്ടോ. അവനെ കണ്ടു, വിളിച്ചു, എന്നിട്ട് അവന് കിട്ടിയില്ല. അപ്പോൾ അവൻ പറയണത് അവനെ കിട്ടുന്നത് വരെ വിളിക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അതിൻ്റെ ഒച്ചപ്പാടും ബഹളമൊക്കെ ആയതുകൊണ്ട് എനിക്ക് പിന്നെ ആ ഒരു ടൈമിലുള്ള വോയിസല്ല, ഒറിജിനൽ വോയിസ് ഉണ്ടല്ലോ ആ ഒരു ടൈമിലുള്ള, അത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അതേ നമ്മൾ അണ്ണാറക്കണ്ണനാണോ എന്തോ ഒന്ന് കൂടുണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എന്തിൻ്റെതാണെന്ന് അറിയില്ല. ഈ ചകിരി പോലത്തെ ആ ഒരു ഇതുണ്ടല്ലോ, അണ്ണാറക്കണ്ണൻ തന്നെയാണ് തോന്നുന്നു. അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ പീസൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ സംഭവം എന്നൊന്നും അറിയില്ല. അപ്പോൾ ഏതായാലും അതൊക്കെ അടിച്ചു വാരി കളഞ്ഞിട്ടുണ്ടേ. അപ്പോൾ നമ്മളെ 10 മണി ചെടികളൊക്കെ തഴച്ച് വളർന്ന് നിൽക്കുന്നതൊക്കെ നിങ്ങൾ കാണുന്നില്ലേ, എന്ത് പറ്റിയെന്ന് അറിയില്ല കേട്ടോ. ഇനി ഞാൻ ഈ ചട്ടിയിലുള്ള മണ്ണൊക്കെ കളഞ്ഞിട്ട് നമുക്ക് വേറെ ചെടിയൊക്കെ കൊണ്ടുവന്നിട്ട് നടാമെന്ന് വിചാരിച്ചു. 10 മണി ചെടി തന്നെ എനിക്കിഷ്ടമുള്ളൊരു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതന്നെ വീണ്ടും കൊണ്ടുവന്ന് വെക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞ് പുതിയ മണ്ണൊക്കെ നമുക്ക് എടുത്തിട്ട് വേണം.
അപ്പോൾ ഇതേ നമ്മൾ ഈ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അകത്തുള്ള പണികളിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയും വിശേഷങ്ങളും ഇത്രയേ ഉള്ളൂ കേട്ടോ. നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബായ്.